രാജ്യത്തിന്റെ അതിർത്തി ഭേദിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ മുഴുവൻ ശ്രമങ്ങളെയും നിഷ്പ്രഭമാക്കിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി ലോകം തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത്. മഞ്ഞും മഴയും വെയിലും നോക്കാതെ രാജ്യത്തിന് കാവലിരിക്കുന്ന ഓരോ സൈനികനും നമുക്ക് അഭിമാനമാണ്. ഓരോ ഭാരതീയനും കടപ്പെട്ടിരിക്കുന്ന സൈനികർക്ക് വ്യത്യസ്തമായ രീതിയിൽ ആദരവ് അർപ്പിക്കുകയാണ് തൃശൂർ ചെറുതുരുത്തി അത്തിക്കാപ്പറമ്പ് പൂവത്തിങ്കൽ വീട്ടിൽ അബ്ദുൽ സലാം. തൃശൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് പൂവത്തിങ്കൽ വീട്ടിൽ അബ്ദുൽ സലാം എന്ന 54 വയസ്സുകാരന്റെ ചെറിയ ചായക്കടയാണിത്. രുചിയൂറുന്ന മധുര പലഹാരങ്ങൾക്കും പാനീയങ്ങൾക്കുമൊപ്പം രാജ്യസ്നേഹത്തിന്റെ സന്ദേശങ്ങൾ കൂടിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. രാജ്യത്തിന്റെ സ്വത്തായ സൈനികർക്കായി ആദരവർപ്പിക്കുന്നതിനായി അബ്ദുൽ സലാം തന്റെ കഫേ മഖാനിയിൽ ഒരു പ്രത്യേക മുറി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. പട്ടാളക്കാർക്കായി പ്രത്യേക പ്രാർത്ഥന നടത്താറുള്ള അബ്ദുക്ക അവരുടെ ത്യാഗവും മഹത്വവും ഓർമ്മപ്പെടുത്തുന്ന ലഘുലേഖകളും സ്ഥിരമായി കടയിലെത്തുന്നവർക്ക് വിതരണം ചെയ്യാറുണ്ട്. കഫേ മഖാനിയിലെത്തുന്ന പട്ടാള ഉദ്യോഗസ്ഥർക്കെല്ലാം അബ്ദുക്കയുടെ വക ഭക്ഷണവും പാനീയങ്ങളും സൗജന്യവുമാണ്. കേരള പോലീസിന് നമ്മൾ രാജ്യത്തെ സൈനികർക്ക് കൊടുക്കുന്ന അതേ പദവി നമ്മൾ കേരള പോലീസിന് കൊടുക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ കേരള പോലീസ് എന്നല്ല, അതിനിപ്പോൾ നമ്മുടെ രാജ്യത്തെ സമ്പത്തിനെ കാക്കുന്ന ഇനി എക്സൈസ് ആയിക്കോട്ടെ, ഫോറസ്റ്റ് ആയിക്കോട്ടെ, പിന്നെ ഫയർഫോഴ്സ് ആയിക്കോട്ടെ, ഏത് ഫോഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഇന്ത്യൻ ആർമഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യൻ ആർമഡ് ഫോഴ്സിന്റെ അണ്ടറിലുള്ള എല്ലാ ഫോഴ്സിനും നമ്മൾ ഈ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അബ്ദുക്കയുടെ രാജ്യസ്നേഹം തിരിച്ചറിയുന്ന നാട്ടുകാർക്ക് ഇതൊന്നും ഒരു പുതുമയുള്ള കാഴ്ചയല്ല. എന്നാൽ കഫേ മക്കാനിയിലെത്തുന്ന അതിഥികൾക്ക് ഈ കാഴ്ചകൾ കൗതുകമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയെത്തുന്ന പലരും ചിത്രങ്ങളും സെൽഫികളും എടുത്താണ് കടയിൽ നിന്നും മടങ്ങുക. ചെറുതുരുത്തിയിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അബ്ദുൽ സലാമിന് സേവന പ്രവർത്തനങ്ങൾ മുൻനിർത്തി നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമൊക്കെ സഹായങ്ങൾ ചെയ്ത് ഇദ്ദേഹം മുൻപും മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.